കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ രംഗത്ത് അഭിമാനിക്കാവുന്ന നേട്ടം. ജില്ലയിൽ ആദ്യമായി NABH എൻട്രി സർട്ടിഫിക്കറ്റ് കിട്ടിയ ആശുപത്രിയാണ് കേരള ഹോസ്പിറ്റൽ. രോഗിയുടെ സംരക്ഷണവും മികച്ച ചികിത്സാ രീതിയുമാണ് NABH സർട്ടിഫിക്കേഷന്റെ അടിസ്ഥാന മാനദണ്ഡം. ചികിത്സയുടെ ഗുണമേന്മയും രോഗിയുടെ സുരക്ഷയും മുൻനിർത്തി പ്രവർത്തിക്കുന്ന കേരള ഹോസ്പിറ്റലിന്റെ സമർപ്പണത്തിനും വിശ്വസ്ത സേവനങ്ങൾക്കും കൂടിയുള്ള അംഗീകാരമാണിത്. ഈ അംഗീകാരം കേരള ഹോസ്പിറ്റലിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു. ഇനി കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾക്ക് വിശ്വാസത്തോടെ സമീപിക്കാവുന്ന സുരക്ഷിതവും നിലവാരമുള്ളതുമായ ആരോഗ്യ സേവനം സ്വന്തം നാട്ടിൽ കേരള ഹോസ്പിറ്റലിലൂടെ ലഭ്യമാണ്. ഇതാണ് നമ്മുടെ കേരള ഓപ്പറേഷൻ തിയേറ്റർ. ഇത് പോസ്റ്റ് ഓപ്പ് വാർഡാണ്. ഇതിനകത്ത് നമുക്ക് ഇപ്പൊ 4 ബെഡ് ഇവിടെ ഉള്ളത്. പിന്നെ ഇത് പോർട്ടബിൾ എക്സ്റേ മെഷീൻ ആണ്. സർജറി കഴിഞ്ഞ പേഷ്യന്റിന് അനസ്തേഷ്യ ഔട്ട് ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് എക്സ്റേ എടുക്കാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇല്ലെങ്കിൽ പേഷ്യന്റിനെ നമ്മൾ പെയിനോടെ കൂടെ പിന്നെ താഴെയെല്ലാം കൊണ്ടുപോയി എക്സ്റേ ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്നതിനേക്കാളും ഇത് പോർട്ടബിൾ എക്സ്റേ മെഷീൻ ഇതിന് യൂസ്ഫുൾ ആണ്. നമ്മുടെ പോസ്റ്റ് ഓപ്പ് വാർഡിലുള്ള എല്ലാ മോണിറ്റേഴ്സും ഓട്ടോമാറ്റിക് റിമോട്ട് കൺട്രോൾഡ് ആണ്. അപ്പം നമുക്ക് പേഷ്യൻസിന് കംഫർട്ടബിൾ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പൊസിഷൻസ് ഒക്കെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും അവർക്ക് ഹെഡ് അപ്പ് വേണമെങ്കിൽ അതും ചെയ്തു കൊടുക്കാം. ചില സർജറിക്ക് ഫുട്ട് ആൻഡ് അപ്പ് കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് പണ്ടത്തെ കാലത്തൊക്കെ പില്ലോസ് ഒക്കെ വെച്ചിട്ടാണ്. അപ്പൊ ഇപ്പൊ എല്ലാം ഇത് റിമോട്ട് കൺട്രോൾ ആയതുകൊണ്ട് നമുക്കത് ചെയ്യാം. ഓട്ടോക്ലേവ് ചെയ്ത് കഴിഞ്ഞ് വാർഡിലെ സാധനങ്ങൾ, ഇപ്പൊ വാർഡ്, LP, വേറെ ഡിപ്പാർട്ട്മെന്റിലെ സാധനങ്ങൾ ഇവിടെ നമ്മൾ ഓട്ടോക്ലേവ് ചെയ്ത് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. അവര് ഓട്ടോക്ലേവ് കഴിഞ്ഞതിന് ശേഷം അവര് വന്ന് കൊണ്ടുപോയിക്കോളൂ ഇവിടുന്ന്. ഇവിടെ 2 ഓട്ടോക്ലേവ് മെഷീൻസ് ആണുള്ളത്. ഇത് ഓട്ടോമാറ്റിക് ഓട്ടോക്ലേവ് മെഷീനും ഇത് മാനുവൽ ഓട്ടോക്ലേവ് മെഷീനും. ഇത് UPS ബാറ്ററീസ് ആണ്. നമ്മുടെ ഈ UPSൽ 24 hours ഒക്കെ OT ഫുൾ റൺ ചെയ്യാൻ പറ്റും. എല്ലാ എക്യുപ്മെന്റ്സും UPS ആയിട്ട് കണക്റ്റഡ് ആണ്. ഇത് ഒരു ചെറിയ OT ആണ്. നമ്മൾ മൈനർ പ്രൊസീജിയർ ഒക്കെ സർജറീസ് ഒക്കെ ഇതിനകത്താണ് ചെയ്യുന്നത്. ബാക്കി എല്ലാ OT പോലെ തന്നെ ഇതിനകത്തും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അലാം സെറ്റ് ഇവിടെ ഉണ്ട്, ക്ലോക്ക് ഇവിടെ ഉണ്ട്, പിന്നെ UV ലൈറ്റ് ബാക്കി എല്ലാ OTയിലുള്ളത് പോലെ തന്നെ ഇവിടെയുണ്ട്. പിന്നെ ഉള്ളത് ഒരു മൈക്രോസ്കോപ്പും കൂടെ ഉണ്ട്. ENT സർജറീസിന്, മൈനർ സർജറീസിനൊക്കെ ഈ മൈക്രോസ്കോപ്പാണ് യൂസ് ചെയ്യുന്നത്. എൻഡോസ്കോപ്പി റൂമാണ്. ഇവിടെ നമുക്ക് 2 ടൈപ്പ് ഓഫ് എൻഡോസ്കോപ്പുകൾ ഉണ്ട്. ഒന്ന് ബ്രോങ്കോസ്കോപ്പ്, പിന്നെ ഉള്ളത് ഒരു അപ്പർ ജിയോസ്കോപ്പ്. പിന്നെ ഇത് ക്ലീൻ ചെയ്യാനൊക്കെ നമുക്കിപ്പോ വെള്ളം, പിന്നെ സോപ്പ് വാട്ടർ, സൈഡെക്സ് എല്ലാം കൂടെ ഒരു ബേസിന്റെ ഒന്നും ആവശ്യമില്ല. നല്ല പുതിയ ടെക്നോളജി ഉള്ള സാധനങ്ങൾ തന്നെ സ്റ്റീലിന്റെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതുകൊണ്ട് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. ഇത് ക്ലോക്ക് സിസ്റ്റം ആണ്. ഇതിനകത്ത് നമുക്ക് സ്റ്റോപ്പ് വാച്ച് ഉണ്ട്. സർജറി, ഡ്യൂറിങ് സർജറി ഡ്യൂറേഷൻ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. നമ്മളത് പ്രസ് ചെയ്ത് സർജറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. പിന്നെ ഇതിനകത്ത് ഗ്യാസ് അലാംസ് ഒക്കെ ഉണ്ട്. O2, നൈട്രസ്, എയർ, CO2 ഇതിന്റെയൊക്കെ അവൈലബിലിറ്റി അത് ലോ വരുമ്പോൾ നമുക്ക് അപ്പൊ തന്നെ അലാം അടിക്കും ഇവിടെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്കത് ഓൺ ചെയ്യാനും അതിന് വേണ്ട ഒരുക്കാനും പറ്റുള്ളൂ. പിന്നെ ഇതിനകത്ത് ടെമ്പറേച്ചർ കാണാൻ പറ്റും. റൂം ടെമ്പറേച്ചർ നമുക്ക് ചില പേഷ്യൻസിനെ സെറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. ചില റിപ്ലേസ്മെന്റ് സർജറിക്കൊക്കെ ടെമ്പറേച്ചറൊക്കെ മിനിമം സെറ്റ് ചെയ്യണം. അപ്പൊ അതൊക്കെ നമുക്കിത് AC ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അലാം വെച്ച് ഈ ഡിസ്പ്ലേ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഹ്യൂമിഡിറ്റി, റൂം ഹ്യൂമിഡിറ്റി ഒക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. എല്ലാ OTയിലും ഇന്റർകോം കണക്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. സർജൻസ് ഇപ്പൊ OPയിൽ എന്തെങ്കിലും എമർജൻസി വന്നാലൊക്കെ നമുക്ക് അതും കൂടെ സർജൻസിനെ പെട്ടെന്ന്, ഏറ്റവും പെട്ടെന്ന് ഒരു ട്രോമ കേസൊക്കെ വന്നാല് ഡോക്ടേഴ്സിനെ ഇൻഫോം ചെയ്യാനുള്ള ഫെസിലിറ്റിയും കൂടെ നമുക്ക് ഈ ഇന്റർകോം വഴി അതും കൂടെ നമുക്ക് പറ്റുന്നുണ്ട്. ഇപ്പോ ഓൾമോസ്റ്റ് കാസർഗോഡ് ഇവിടെയാണെന്ന് തോന്നുന്നു ഈ ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് പാച്ച് ബോക്സ് ആണ്. നമുക്ക് സർജറി കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്ത ബ്ലഡ് സ്പില്ലായ എല്ലാ സാധനങ്ങളും ഇതിനകത്തൂടെ നമുക്ക് അൺസ്റ്റെറൈൽ ഏരിയയിലോട്ട് മാറ്റാൻ പറ്റുള്ളൂ. നമ്മൾ ഇവിടുന്ന് യൂസ് ചെയ്ത സാധനങ്ങളൊന്നും സ്റ്റെറൈൽ ഏരിയ ആയിട്ട് കണക്ട് ചെയ്യുന്നില്ല. ഇതുവഴി നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. OT മെയിൻലി ഓർത്തോ, ന്യൂറോ സർജറീസിനൊക്കെയാണ്. റിപ്ലേസ്മെന്റ് സർജറി ഒക്കെ ഈ OTയിലാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഹെപ്പ ഫിൽറ്ററിന്റെ സ്പെസിലിറ്റിയും കൂടെ ഉള്ളത് കൊണ്ട് ഈ OTയിലെ മെയിൻ
റിപ്ലേസ്മെന്റ് സർജറിക്കൊക്കെ മെയിൻ OT ആണ്. പിന്നെ ഇത് അനസ്തേഷ്യ വർക്ക് സ്റ്റേഷൻ. പിന്നെ വരുന്നത് സിയാമ്, ഓർത്തോയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന സിയാമ്. പിന്നെ കോട്ടറി മെഷീൻ വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. പിന്നെ ഇത് ടൂർണിക്കേറ്റ്, ഓർത്തോ സർജറിക്കാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇത് ന്യൂലി അഡ്വാൻസ്ഡ് മൈക്രോസ്കോപ്പ് ആണ്. ഇതിനകത്ത് സർജറി, ഡ്യൂറിങ് സർജറി നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും, പിന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റും സർജറീസ്. ചില പേഷ്യൻസ് ഡിമാൻഡ് ചെയ്താൽ നമുക്ക് ഇതിന്റെ CD കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ ന്യൂറോ, ENT, എല്ലാ മൈനർ സർജറീസ്, മൈക്രോ സർജറീസിനൊക്കെ ഈ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റെറൈൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമ്മൾ ഇതുപോലെ ലേബിൾ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കും. ഓട്ടോക്ലേവ് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് സ്റ്റെറൈൽ ആയിട്ട് തന്നെ ഇതിനകത്ത് വെച്ച് നമുക്ക് ഇതുവഴി OT-ലോട്ട് സ്റ്റെറൈൽ ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത് ഓട്ടോമാറ്റിക് ഓട്ടോക്ലേവ് മെഷീൻ ആണ്. ഇതിന്റെ നമുക്ക് സാധനങ്ങൾ ഇൻ ചെയ്യുന്നത് എല്ലാം പാക്ക് ചെയ്ത് ലോഡ് ചെയ്യുന്നത് അപ്പുറത്ത് അൺസ്റ്റെറൈൽ ഏരിയയിൽ നിന്ന് നമ്മൾ പാക്ക് ചെയ്ത് ലോഡ് ചെയ്യും. നമുക്കിത് സ്റ്റെറൈൽ ആയിട്ട് ഓട്ടോക്ലേവ് ഫിനിഷ് ആയതിനു ശേഷം ഈ ഡോറ് തുറന്നിട്ട് ഇതുവഴി നമുക്ക് സ്റ്റെറൈൽ ആയിട്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെറൈൽ റൂമിലോട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ടേബിളിന്റെ അറ്റാച്ച്മെന്റ്സ് ഒക്കെയാണ് ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഓരോ പാർട്ട് ഓഫ് സർജറി വരുമ്പോൾ അതിനനുസരിച്ചിട്ട് ടേബിളിന്റെ അക്സസറീസ് എല്ലാം മാറ്റാൻ പറ്റും. ഹാൻഡ് സർജറി ആണെങ്കിൽ അതിനുള്ള സാധനങ്ങൾ, പിന്നെ കാലിന്റെ സർജറി ഒക്കെ വരുമ്പോൾ അതിനുള്ള സാധനങ്ങൾ, അങ്ങനെ ഓരോ ന്യൂറോ വരുമ്പോൾ തലയുടെ ഭാഗം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള സാധനങ്ങൾ, അങ്ങനെ എല്ലാം ടേബിൾ അറ്റാച്ച്മെന്റ്സ് ആണ് ഇവിടെ സൂക്ഷിക്കുന്നത്. ഞാൻ ഡോക്ടർ MA മുഹമ്മദ് അഫ്സൽ, മാനേജിംഗ് ഡയറക്ടർ. 1994 മുതൽ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ജനറൽ സർജൻ കൂടിയാണ്. തുടക്കത്തിൽ മുതലേ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കൺസൾട്ടന്റ് സർജനായി. 1990 കമ്പനി ഫോം ചെയ്ത് 94 ഹോസ്പിറ്റലിൽ ഏപ്രിലിൽ ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങി. തുടക്കത്തിൽ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ആയിട്ട് ആകെ 50 ബെഡോടെയാണ് തുടങ്ങിയത്. പിന്നെ 2001 2 ഫ്ലോറും കൂടെ കൂട്ടി ടോട്ടൽ ബെഡ് സ്ട്രെങ്ത് 100 കാരവൽ ഹോസ്പിറ്റൽ ലിമിറ്റഡ് കമ്പനിയിൽ ഞങ്ങൾ കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്. അതിൽ ആദ്യ തുടക്കത്തിൽ ഇമ്പോർട്ടൻ്റ് റോള് ചെയ്ത് ഡോക്ടർ റഷീദ്, ഡോക്ടർ ഹമീദ്, മിസ്റ്റർ സുൽഫിക്കർ. പിന്നെ അവർ കുറച്ച് ഡയറക്ടേഴ്സ് കൂടെ ആഡ് ചെയ്ത് ഡോക്ടർ ജയദേവ് കങ്കില്ല, ഡോക്ടർ നാഗരാജ്, ഡോക്ടർ ആദർശ് എന്നിവരും കൂടെ ആഡ് ചെയ്ത് അങ്ങനെ ഇപ്പോൾ 7 ഡയറക്ടേഴ്സ് ഉണ്ട് ഇവിടെ. 25 വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്ന
നമ്മളുടെ എല്ലാ ഡോക്ടേഴ്സും ഇപ്പോൾ ഡയറക്ടേഴ്സ് ആണ്. ബേസിക്കലി ഞങ്ങൾ ആ ബെഡ് സ്ട്രെങ്ത് 100 ആയതിനു ശേഷം ക്വാളിറ്റി കൺട്രോളിനായി പോയി. ആദ്യം ISO ക്വാളിറ്റി കൺട്രോൾ എടുത്തു. പിന്നെ ഇപ്പോൾ 3-4 കൊല്ലമായിട്ട് നാഷണൽ NABH അക്രഡിറ്റഡ് അപ്രൂവ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണിപ്പോൾ. അപ്പോൾ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നത് മെഡിസിൻ, സർജറി, ഗൈനക്, ഓർത്തോ, ENT, പീഡിയാട്രിക്സ്. ഇപ്പോൾ ഞങ്ങൾ ഊന്നൽ കൊടുക്കുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനാണ്. അതിൽ കാർഡിയോളജി, ന്യൂറോളജി, നെഫ്രോളജി, യൂറോളജി, സർജിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഗ്യാസ്ട്രോഎൻട്രോളജി എല്ലാ ഡിപ്പാർട്ട്മെന്റും ആഡ് ചെയ്തു. പുതിയ ബ്ലോക്കിൽ ഞങ്ങൾ ഡേ കെയർ സെന്റർ ആണെങ്കിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ്, അവിടെ MRI ഇൻസ്റ്റാൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് മേലെ വരുന്നുണ്ട്, അഡ്വാൻസ്ഡ് ഫിസിയോതെറാപ്പി, പോളിക്ലിനിക്, IOT. പിന്നെ പുതിയ ബ്ലോക്കിൽ എല്ലാ കൺവീനിയൻസും കൂടിയുള്ള കാത്ത് ലാബ് തുടങ്ങാൻ പോകുന്നുണ്ട്. 2005 മുതൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അപ്രൂവലോട് കൂടിയുള്ള നഴ്സിംഗ് സ്കൂളിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് 20 സ്റ്റുഡൻസിന് പഠിക്കാനുള്ള അപ്രൂവൽ INC ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഫ്യൂച്ചറിലും അതിന്റെ അഡ്വാൻസ്ഡ് നഴ്സിംഗ് കോളേജിനെല്ലാം ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡോക്ടർ നാഗരാജ് ആണ്. കാരോൽ ഹോസ്പിറ്റലിൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു 35 ഇയേഴ്സ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കാരോലിൽ വളരെ കൂടുതലായിട്ട് ആക്സിഡന്റ്സും പിന്നെ ട്രോമ ഇഞ്ചുറീസ് കൂടുതൽ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വളരെ നല്ല ഇഷ്ടപ്പെട്ട ഒരു ഹോസ്പിറ്റലായിട്ട് മാറിയത്. വളരെ കേസുകൾ, ട്രോമാന്റെ എല്ലാ കേസുകളും ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അഡ്വാൻസ്ഡ് അപ്പൊ ഞാൻ ചെയ്തൊന്നുണ്ടായിട്ടില്ല. ഇപ്പോ അഡ്വാൻസ്ഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ TKR ചെയ്യുന്നുണ്ട്, THR ചെയ്യുന്നുണ്ട്, ആർത്രോസ്കോപ്പി ചെയ്യുന്നുണ്ട്. എല്ലാ പുതിയ ടെക്നിക്സ് എല്ലാം ഇവിടെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വരുമ്പോഴുള്ള സീൻ ഇപ്പൊ ചേഞ്ച് ആയിട്ട് ഇപ്പൊ കുറെ കൂടുതൽ അഡ്വാൻസ്മെന്റ്സ് എല്ലാം ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്റെ മെയിൻ ഉദ്ദേശം എന്താ പറഞ്ഞാല് ജൂനിയേഴ്സ് അഥവാ ബാക്കിയുള്ള ഡോക്ടേഴ്സിന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ പണിയിൽ നമ്മളെ മെഡിക്കൽ എത്തിക്സ് പ്രകാരം പോകണം. എന്ന് പറഞ്ഞാൽ പേഷ്യന്റിനെ നമ്മൾ ഹർട്ട് ചെയ്യാൻ പാടില്ല. എവിടെ നമ്മൾ സർവീസ് ആവശ്യമുണ്ട് അപ്പൊ വന്നിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യണം. പകലായാലും രാത്രിയായാലും പേഷ്യൻസ് ആർ ഗോഡ്സ് ഫോർ us. സോ ഏതൊരു പേഷ്യന്റ് ഏത് സമയത്ത് വിളിച്ചാലും നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം, പേഷ്യന്റ് അറ്റൻഡ് ചെയ്യണം. അതാണ് എന്റെ ഏറ്റവും ഫസ്റ്റ്. അവരെ ഡിലേ ചെയ്യാൻ പാടില്ല, കൂടുതൽ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. കാഷ്വാലിറ്റിയിലെ ആട്ടെ OP-യിലായിട്ട് പേഷ്യന്റിനെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. പെട്ടെന്ന് നമ്മൾ സർവീസ് കൊടുക്കണം. അതുകൊണ്ട് കുറെ ജീവൻ രക്ഷിക്കാൻ പറ്റും, കുറെ ആൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്റെ അഭിപ്രായം. നമസ്കാരം, ഞാൻ ഡോക്ടർ ശബരി. ഞാൻ കേരവൽ ഹോസ്പിറ്റലിൽ ഇന്റൻസീവ് സ്റ്റേറ്റ് പ്രവർത്തിച്ചു വരുന്നു. ഏകദേശം 30 വർഷത്തിലധികമായി കേരവൽ ഹോസ്പിറ്റൽ കാസർഗോഡിൽ പ്രവർത്തിച്ചു വരുന്നു. ഈ കാലയളവിൽ ഇവിടുത്തെ ജനങ്ങളുമായി വളരെ നല്ല ഒരു ബന്ധമുണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്യാധുനിക ചികിത്സാ രീതി എത്രയും പെട്ടെന്ന് കാസർഗോട്ടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തീവ്രപരിചരണ വിഭാഗത്തിൽ ഏറ്റവും നൂതനമായ ട്രീറ്റ്മെന്റ് രീതികൾ ഇംപ്ലിമെന്റ് ചെയ്യാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. സ്ട്രോക്ക്, MI തുടങ്ങിയ അസുഖങ്ങളിൽ ഏറ്റവും പെട്ടെന്ന് കിട്ടുന്ന ചികിത്സ പേഷ്യന്റ് ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. ഇതിന്റെ ഭാഗമായി എമർജൻസി ത്രോംബോലൈസിസ്, ഹൃദയത്തിലെ രക്തത്തിലുണ്ടാവുന്ന ബ്ലോക്ക് മാറ്റാനായിട്ടുള്ള കൊറോണറി ഇന്റർവെൻഷൻ, കിഡ്നി തകരാറിലുള്ള പേഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി തുടങ്ങിയ എല്ലാ രീതിയിലുള്ള മികച്ച ചികിത്സയും കേരവൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ലഭ്യമാണ്. ഇതിനായി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആൻഡ് നഴ്സിന്റെ ഒരു ടീം 24/7 ഇവിടെ പ്രവർത്തിക്കുന്നു. Hi, I'm Dr. Abhay Narayan. I am working as a consultant nephrologist at Kerwell Hospital. We have a comprehensive nephrology care at Kerwell Hospital. We have an intensive care department to look after the emergency issues related to kidney patients. We have emergency dialysis facilities. We have maintenance hemodialysis for regular hemodialysis for chronic kidney disease patients. We have evaluation and management of acute kidney problems at Kerwell Hospital. We have all the imaging facilities and procedures like hemodialysis catheter insertion, kidney biopsy and perm insertion available at Kerwell Hospital. Kidney diseases are usually asymptomatic in the early stages. Till your creatinine becomes around 3 to 4, you may not have any symptoms. So early evaluation is critical in diagnosing and managing kidney diseases. So any person more than 40 years or those with diabetes and hypertension are advised to get kidney evaluated yearly at least if they don't have any kidney related symptoms.
and if they have kidney related problems, they should consult their concerned doctors regularly as per their advice. For any kidney related issues, you can contact us at Carewell Hospital reception for workup and further treatment. മുഹമ്മദ് ഷമീം കട്ടത്തെടുക്ക, കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്, കാരവൽ ഹോസ്പിറ്റൽ, കാസർഗോഡ്. ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ മരണത്തിന് കാരണമാകുന്ന 2 രോഗങ്ങളാണ് ഹൃദ്രോഗവും സ്ട്രോക്കും, അതായത് പക്ഷാഘാതം. ഇതുപോലെയുള്ള ഒരു മാരകമായ ഒരു രോഗത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനും അതിനെക്കുറിച്ച് അവയർനെസ് കൊടുക്കാനും വേണ്ടിയിട്ടാണ് വേൾഡ് സ്ട്രോക്ക് ഡേ ഒക്ടോബർ 29 ആചരിക്കപ്പെടുന്നത്. പക്ഷാഘാതം എന്ന് പറയുന്നത് മനുഷ്യനെ അദ്ദേഹത്തിന്റെ ധാർമ്മികമായും അദ്ദേഹത്തിന്റെ പേഴ്സണലി, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബം, ജോലി സ്ഥലങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തി കിടപ്പിലാക്കാൻ പറ്റുന്ന, അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ താറുമാറാക്കാൻ പറ്റുന്ന ഒരു രോഗമാണ്. ഇതിൽ 2 രീതിയിലാണ് നാം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണ്. ആദ്യമായി തന്നെ സ്ട്രോക്ക് ഉണ്ടാകുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിനോ ചുറ്റുപാടുള്ളവർക്കോ ഇത് സ്ട്രോക്ക് ആണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ബി ഫാസ്റ്റ് എന്ന അതിന്റെ ഷോർട്ട് ഫോമിലൂടെ നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ബി എന്ന് വെച്ചാൽ ബാലൻസ്, പെട്ടെന്ന് ഉണ്ടാകുന്ന ബാലൻസ് തെറ്റിപ്പോവുക. ഇ എന്ന് പറഞ്ഞാൽ ഐസൈറ്റ് നഷ്ടപ്പെടുക. എഫ് എന്ന് പറഞ്ഞാൽ ഫേസ്, മുഖം ഒരു സൈഡോട്ട് കോടിപ്പോവുക. എ, ആം അല്ലെങ്കിൽ ലെഗ്, ഒരു സൈഡിൽ കയ്യോ കാലോ തളർന്നു പോവുക. അല്ലെങ്കിൽ എസ്, സ്പീച്ച്, സംസാരം കുഴഞ്ഞു പോവുക. ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ അവസാനത്തെ അക്ഷരമായ ടി, ടൈം, അതായത് സമയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സമയത്ത് ചികിത്സ തേടുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ആ രീതിയിൽ ഒരു രോഗി വന്നാൽ അതിനെ ഫലപ്രദമായി ചികിത്സിക്കാനും ഒരു നിമിഷം പോലും കളയാതെ രോഗിയെ ചികിത്സ ഉറപ്പുവരുത്താനും കാരവൽ ഹോസ്പിറ്റലിലെ സ്ട്രോക്ക് യൂണിറ്റിന് കഴിഞ്ഞ 3 വർഷമായി. Hello, I am Shafat MA, Operations Head of Carewell Hospital and Research Center. We have been in this healthcare field for almost close to 31 years now. It is a privilege and an honor to be working in this hospital as a second generation representative of the management. We have a lot of in-house specialties like gynecology, general medicine, general surgery, ENT, orthopedics, and other fields which have been established and functioning here for 30 years. So we are a hospital which provides this multi-specialty care, and we have been honored and privileged by the people of Kasaragod to be functioning this long, and we would like to go further with the care that we give to the people of Kasaragod by bringing in new facilities and new departments as well. ഈ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലെ 30 വർഷമായിട്ട് സ്നേഹം തരുന്ന ജനങ്ങൾക്ക് ഞങ്ങൾ ഇനിയും ഈ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ പുതിയ ഫെസിലിറ്റീസ് കൊണ്ടുവന്നിട്ട്, പുതിയ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നിട്ട് എല്ലാം ജനങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കെയർ ആണ് നമ്മൾ വിഷൻ ചെയ്തതും അതും ഇപ്പൊ പ്രവർത്തിക്കുന്നതും. I am Shafat MA, Operations Head at Carewell Hospital and Research Center Private Limited. ഈ വരുന്ന ജനുവരി 18 KS Abdullah ഹോസ്പിറ്റൽ നടത്തുന്ന ഇന്റർ ഹോസ്പിറ്റൽ ക്രിക്കറ്റ് ടൂർണമെന്റ്. ഈ ടൂർണമെന്റിന് എന്റെ എല്ലാവക ആശംസകളും. And I hope everyone will come and make this event a great success. This is Dr. Adarsh. I'm an ENT and head and neck surgeon working in Carewell Hospital for the last 22 years. For all these years, I've been very fortunate to have an excellent team. We have worked together for such a long time. Our medical specialists, nursing staff, non-medical staff, all have been contributing a great deal in taking care of our patients. As medicine is a growing field, advances are mandatory. So for this, we have in the last few years developed a world-class operation theatre facility. We have, in my specialty, we have acquired a new microscope, coagulators, microdebriders, etc. to help us deliver better care. In the future, we want to develop further, giving our best to our patients, and with their help and support, we want to grow. Thank you. Dr. Harish M.V. കാസർഗോഡ് കെയർവെൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിൽ ന്യൂറോളജിസ്റ്റായി ഏപ്രിൽ 1 മുതൽ എൻ്റെ സേവനം ലഭ്യമാണ്. വിവിധ ന്യൂറോളജിക്കൽ അസുഖങ്ങളായ സ്ട്രോക്ക്, എപ്പിലെപ്സി, മൂവ്മെന്റ് ഡിസോർഡേഴ്സ്, നാഡീവ്യൂഹ സംബന്ധമായ മറ്റ് അസുഖങ്ങൾ, ഇവയ്ക്കെല്ലാമുള്ള ചികിത്സ നമുക്കിവിടെ ലഭ്യമാണ്. അതിൻ്റെ രോഗനിർണയം, ചികിത്സ, തുടർ പരിചരണം എന്നിവയിലൂടെ രോഗിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ എവരുടെയും വിശ്വാസത്തിനും പിന്തുണയ്ക്കും നന്ദി. ഹായ്, ഞാൻ റീം ഫാത്തിമ, കെയർവെൽ ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽ ഡയറ്റീഷ്യനായി വർക്ക് ചെയ്യുന്നു. ഇവിടെ യൂഷ്വലി IP റൗണ്ട്സ് ആണ് ചെയ്യുന്നുള്ളത്. അത് നമ്മൾ
പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ ആണ് കൊടുക്കുന്നുള്ളത്. അതിൽ നമ്മൾ പേഷ്യന്റിന്റെ ഡയഗ്നോസിസ്, മെഡിക്കൽ ഹിസ്റ്ററി, ക്ലിനിക്കൽ ഡാറ്റ, ലാബ് റിപ്പോർട്ട്സ്, പിന്നെ ടൈപ്പ് ഓഫ് ഫീഡ്, അത് ഓറൽ ഫീഡാണോ അല്ലെങ്കിൽ എൻട്രൽ ആണോ പാരന്റൽ ഫീഡാണോ, ഇതെല്ലാം നോക്കിയിട്ടാണ് പേഷ്യന്റിന് കസ്റ്റമൈസ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ കൊടുക്കുന്നുണ്ട്. മേജർ ആയിട്ടുള്ള റോള് ഡയറ്റ് കൗൺസിലിംഗ് ആണ്. ഇവിടെ നമ്മൾ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സിനെയും മെയിൻലി പേഷ്യൻസിനെയും ഡയറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അലൗഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ഫുഡ്, പിന്നെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന മീൽ പ്ലാൻസ്, ഇതെല്ലാമാണ് നമ്മൾ മെയിനായിട്ട് പേഷ്യൻസിന് കൗൺസിൽ ചെയ്യുന്നത്. കോമൺ ആയിട്ട് ആരെങ്കിലും സിക്കായാലാണ് അവർ ഡയറ്റിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഡയറ്റ് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഒരു ശരാശരി മനുഷ്യന്റെ ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഡയറ്റ്. മെയിൻലി ഇപ്പൊ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് സ്കിപ്പിംഗ് മീൽസ് ആണ്. അതായത് ഒരു സ്കൂൾ പോകുന്ന ഒരു കുട്ടിയാവട്ടെ അല്ലെങ്കിൽ ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്ന ഒരാളാവട്ടെ, മെയിൻലി അവര് ചെയ്യുന്നത് മീൽസ് സ്കിപ്പാക്കുന്നതാണ്. അത് നമ്മുടെ ലോങ് ടേം ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും. സോ ഇത് കാരണം നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ലൈക്ക് ഡയബറ്റീസ്, പിന്നെ ഹൈപ്പർ ടെൻഷൻ, കാർഡിയോവസ്കുലർ ഡിസീസസ്, അങ്ങനെ കുറേ തരം ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് കാരണമാകും. ഒരു ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് റൂൾസോ അല്ലെങ്കിൽ എക്സ്പെൻസീവ് ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്നതല്ല, മറിച്ച് ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രോപ്പർ എല്ലാ ഫുഡ് ഗ്രൂപ്പ്സും അടങ്ങിയ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മീല് ഫോളോ ചെയ്യുന്നതാണ്. ന്യൂട്രീഷൻ ഈസ് നോട്ട് അബൌട്ട് ഡയറ്റിംഗ്, മറിച്ച് ബോഡിക്ക് ആവശ്യമായ പോഷകങ്ങൾ കറക്റ്റ് പ്രൊപ്പോർഷനിൽ കൊടുക്കുക എന്നതാണ്. സോ ദാറ്റ് യു ക്യാൻ ലീവ് എ ഹെൽത്തിയർ ലൈഫ് ആൻഡ് പ്രിവെന്റ് ഡിസീസസ്. താങ്ക് യു. പലർക്കുമുള്ള സംശയമാണ് പ്രമേഹ രോഗികൾക്കും മറ്റു രോഗികൾക്കും നോമ്പ് പാലിക്കാമോ? റമദാൻ ആത്മീയ ശുദ്ധീകരണത്തിന്റെ മാസമാണ്. എന്നാൽ പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ രോഗങ്ങളുള്ള പലർക്കും ഒരു സംശയമുണ്ട്, നോമ്പ് പാലിക്കാമോ? നല്ല പ്ലാനിങ്ങും ശരിയായ ഭക്ഷണക്രമവും പാലിച്ചാൽ പലർക്കും സുരക്ഷിതമായി നോമ്പ് പാലിക്കാൻ സാധിക്കും. റമദാനിലെ പൊതുവായ ഭക്ഷണ മാർഗങ്ങൾ: സഹൂർ അഥവാ അത്താഴം ഒരിക്കലും ഒഴിവാക്കരുത്. ഇത് ലോ ബ്ലഡ് ഷുഗർ ഒഴിവാക്കും, ദിവസം മുഴുവൻ ഊർജം നൽകും. ശരിയായ സഹൂർ ഭക്ഷണം: ഓട്സ്, നട്ട്സ്, ഫിഷ്, ചിക്കൻ, ഗോതമ്പ് അല്ലെങ്കിൽ മുഴുധാന്യങ്ങൾ, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം എന്നിവ ഉൾപ്പെടുത്താം. നോമ്പ് തുറക്കുമ്പോൾ പതുക്കെ തുടങ്ങുക. 1-2 ഡേറ്റ്സ് പ്ലസ് 1 ഗ്ലാസ് വെള്ളം, പിന്നെ 1 കപ്പ് കട്ട് ഫ്രൂട്ട്സ് കൊണ്ട് നോമ്പ് തുറക്കാം. ഇത് പെട്ടെന്നുള്ള ഷുഗർ വർധനം ഒഴിവാക്കും, അജീർണം തടയും. നോമ്പ് കാലത്തെ ഡിന്നർ: ബാലൻസ്ഡ് പ്ലേറ്റ് നിയമം പാലിക്കുക. ഒരു പ്ലേറ്റ് 3 ഭാഗമായി തിരിക്കുക. അതിൽ അരഭാഗം പച്ചക്കറികൾ ഉൾപ്പെടുത്താം. ഫൈബർ കൂടുതലുള്ളത് ജീർണം മെച്ചപ്പെടുത്തും, ഷുഗർ നിയന്ത്രിക്കും, ശരീരഭാരം കുറയാൻ സഹായിക്കും. ഉദാഹരണം: സാലഡ്, വേവിച്ച പച്ചക്കറികൾ, തോരൻ, സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിൾസ്. 1/4 ഭാഗം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഉൾപ്പെടുത്താം. ഇത് ശരീരത്തിന് ഊർജം നൽകുന്നു. ഉദാഹരണം: അപ്പം, ചപ്പാത്തി, ഗോതമ്പ് അടങ്ങിയ ഭക്ഷണം, ഓട്സ്. പ്രമേഹ രോഗികൾക്ക് നോമ്പ് പാലിക്കാമോ? ശരിയായ നിയന്ത്രണത്തിലുള്ള പ്രമേഹ രോഗികൾക്ക് ഡോക്ടറുടെ നിർദ്ദേശത്തോടെ സുരക്ഷിതമായി നോമ്പ് പാലിക്കാൻ സാധിക്കും. നോമ്പ് പാലിക്കാൻ പറ്റുന്നവർ ആരെല്ലാം? നിയന്ത്രിത ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ളവർ, സ്ഥിരമായി മരുന്ന് നിയന്ത്രണം ഉള്ളവർ, ഹൈപ്പോഗ്ലൈസീമിയ എപ്പിസോഡുകൾ ഇല്ലാത്തവർ. നോമ്പ് പാലിക്കാൻ പറ്റാത്തവർ ആരെല്ലാം? സ്ഥിരമായി ലോ ബ്ലഡ് ഷുഗർ ഉള്ളവർ, ഗർഭകാലത്തെ പ്രമേഹം ഉള്ളവർ, നിയന്ത്രിക്കാത്ത പ്രമേഹം ഉള്ളവർ, ഗുരുതര കോംപ്ലിക്കേഷൻസ് ഉള്ളവർ. ശരിയായ ഭക്ഷണക്രമവും മെഡിക്കൽ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചാൽ പല രോഗികൾക്കും സുരക്ഷിതമായി നോമ്പ് പാലിക്കാൻ സാധിക്കും. പ്രമേഹ രോഗികൾക്കുള്ള പ്രധാന മാർഗനിർദ്ദേശങ്ങൾ: പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം ഉൾപ്പെടുത്താം. ഇത് വയറു നിറഞ്ഞ തോന്നൽ കൂടുതൽ സമയം നൽകും. ഇതിലൂടെ ബ്ലഡ് ഷുഗർ സ്പൈക്ക് കുറയ്ക്കും, പേശി സംരക്ഷണം നൽകുന്നു. ഫൈബർ കൂടുതലുള്ള ഭക്ഷണം ഉൾപ്പെടുത്താം. ഭക്ഷണം മെല്ലെ ദഹിക്കും, ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് മെല്ലെ കൂടുകയും ചെയ്യും. ഇതിലൂടെ ഷുഗർ സ്പൈക്ക് ഒഴിവാക്കാം. ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവുള്ള ഭക്ഷണം ഉൾപ്പെടുത്താം.
ഭക്ഷണം എത്ര പെട്ടെന്ന് ഷുഗർ ഉയർത്തുന്നു എന്നതാണ് ഗ്ലൈസമിക് ഇൻഡെക്സ്. ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഷുഗർ പതുക്കെ ഉയരും, ഹൈപ്പോഗ്ലൈസീമിയ തടയും. ഇഫ്താർ സമയത്ത് എന്ത് കഴിക്കാം? 1-2 ഡേറ്റ്സ്, പഞ്ചസാരയുള്ള ജ്യൂസ് ഒഴിവാക്കുക, വറുത്ത ഭക്ഷണം ഒഴിവാക്കാം. ഗ്യാസ്ട്രിക് പ്രശ്നമുള്ള രോഗികൾ മസാലയും എണ്ണയും ഉള്ള ഭക്ഷണം ഒഴിവാക്കുക. ചെറിയ അളവിൽ പലതവണ ഭക്ഷണം കഴിക്കാം. റമദാനിലെ നോമ്പ് വിശപ്പിനായി മാത്രമല്ല, നിയന്ത്രണത്തിനും ആരോഗ്യത്തിനും ആത്മീയതയ്ക്കുമാണ്. Hi all, I'm Dr. Nafisa Ashwin, working as a clinical pharmacologist at Kerwell Hospital, Kasaragod. When it comes to any hospital, its driving purpose would definitely be to improve the patient's quality of life. And medications do play a very vital role in any sort of treatment. If the quality of medicines are disrupted, which means it is essential to ensure that the right patient is receiving the right drug at the right dose in a right interval of time for the right duration. And this is exactly where a clinical pharmacology department works in. We ensure inpatients are only receiving safe and effective medication. We do this by creating protocols at every stage of medication management and then statistically analyze all the audit report to make sure there is a patient-centered care in terms of medication. We ensure there is no unnecessary medication being given to any inpatients and also make sure to prevent or minimize the side effects being produced by any medications, and also help in promoting antibiotics given in a rational form so as to minimize antibiotic resistance. We work so closely with consultants, pharmacists, nurses to make sure each and every patient is receiving a medication tailored upon their medical condition and their physiology. Being a clinical pharmacologist, we always ensure to provide a safe, effective and rational medication therapy for all our inpatients. At Kerwell Hospital, we are always committed to your health, and being a clinical pharmacologist, we always ensure that your medicines heal you for better. Thank you. Namaskaram. My name is Dr. Sheikh Abrar Ahmed. I'm a consultant radiologist at Kerwell Hospitals. I have completed my MBBS, MD and DNB in radiology. I am trained to handle all of the routine radiological work. At our hospital, we are equipped with an advanced Philips ultrasound machine capable of advanced fetal imaging, routine 2D imaging, including color Dopplers. Apart from this, our hospital we have equipped with CT scan and MRI scan for the whole body imaging. All the advanced imaging like neuroimaging, onco-imaging and musculoskeletal imaging facilities are also available at our hospitals. Thank you. Hi, my name is Prithviraj Via. ഇവിടെ കാർവെലിൽ സീനിയർ MRI ടെക്നോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ MRI തുടങ്ങിയിട്ടുണ്ട്. പുതിയ 1.5 ടെസ്ല MRI ആണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. എന്താണ് ഈ 1.5 ടെസ്ല വേറെ ഹോസ്പിറ്റലിനെ കാട്ടി വ്യത്യസ്തമായത്? ഞങ്ങളെ അറിയാം 2024-25 AI തരംഗമായി ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ആ AI ടെക്നോളജി ഞങ്ങൾ MRIയിൽ കൂടി ഈ ലഭ്യമാണ്. ഒരു ഇന്റലിജൻസ് ആക്സിലറേഷൻ പറഞ്ഞൊരു സോഫ്റ്റ്വെയർ വെച്ചുകൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സ്കാനും നടക്കും, നല്ല ഇമേജ് ക്വാളിറ്റിയും ഇവിടെ കിട്ടുന്നതാണ്. അതുമല്ലാതെ നിങ്ങളെ കംഫർട്ട് മാനിച്ച് ഞങ്ങൾ ഡെഡിക്കേറ്റഡ് കോൾസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യും. ഇനി നിങ്ങൾക്ക് എവിടെയും ദൂരെ സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. ഇതാ കാരവലിൽ MRI സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. Call us for appointment. I'm Dr. Abhay Narayan. I am working as a consultant nephrologist at Kerwell Hospital. We have a comprehensive nephrology care at Kerwell Hospital. We have an intensive care department to look after the emergency issues related to kidney patients. We have emergency dialysis facilities. We have maintenance hemodialysis for regular hemodialysis for chronic kidney disease patients. We have evaluation and management of acute kidney problems at Kerwell Hospital.
We have all the imaging facilities and procedures like hemodialysis catheter insertion, kidney biopsy and perm insertion available at Carewell Hospital. Kidney diseases are usually asymptomatic in the early stages. Till your creatinine becomes around 3 to 4, you may not have any symptoms. So early evaluation is critical in diagnosing and managing kidney diseases. So any person more than 40 years or those with diabetes and hypertension are advised to get kidney evaluated yearly at least if they don't have any kidney related symptoms. And if they have kidney related problems, they should consult their concerned doctors regularly as per their advice. For any kidney related issues, you can contact us at Carewell Hospital reception for workup and further treatment. ഞാൻ ഡോക്ടർ ഫൈസൽ, കാരവൽ ഹോസ്പിറ്റലിലെ മെഡിക്കൽ റെസിഡന്റും സ്ട്രോക്ക് എംഒ ആണ്. ഒക്ടോബർ 29 നമ്മൾ വേൾഡ് സ്ട്രോക്ക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നു. അപ്പം സ്ട്രോക്കിനെ കുറിച്ചൊരു ബോധവൽക്കരണം എല്ലാവർക്കും നിർബന്ധമാണ്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിനെ എളുപ്പമായിട്ട് ഓർമ്മിക്കേണ്ടത് ബി ഫോർ ബാലൻസ്, നടക്കുമ്പോൾ ഒരു സൈഡിലോട്ടേക്ക് മാലി പോകുന്ന പോലെ തോന്നുക. ഇ ഫോർ ഐസ്, കണ്ണില് കാഴ്ച മങ്ങിപ്പോകുന്ന പോലെ തോന്നുക, ഡബിൾ ആയിട്ട് കാണുന്ന പോലെ തോന്നുക, ഒരു സൈഡിലോട്ടേക്ക് മാത്രം നോക്കുന്നത് പോലെ തോന്നുക. അടുത്തത് എഫ് ഫോർ ഫേസ്, മുഖം ഒരു ഭാഗത്തോട്ടേക്ക് ഇങ്ങനെ ചുളിഞ്ഞു പോവുക, കോടിപ്പോവുക എന്നുള്ളതാണ്. അടുത്തത് ആംസ്, എ ഫോർ ആംസ്, കൈ കാലുകൾ തളർച്ച വരിക, പൊന്തിക്കാൻ നോക്കുമ്പോൾ അത്ര പവർ കിട്ടാണ്ട് തോന്നുക. എസ് ഫോർ സ്പീച്ച്, സംസാരിക്കുമ്പോൾ ചെറിയൊരു കൊഞ്ഞ പോലെ, നാവ് കുഴയുന്ന പോലെ തോന്നുക. ടി ഫോർ ടൈം ഗോൾഡൻ ആണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്താക്കുക, അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാരവൽ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ ഇതിനുള്ള എല്ലാ ട്രീറ്റ്മെന്റും സൗകര്യങ്ങളും ലഭ്യമാണ്. നമ്മുടെ ഈ കാരവൽ ഹോസ്പിറ്റലിൽ തന്നെ കഴിഞ്ഞ ഒരു വർഷം 100-ലധികം സ്ട്രോക്കിന്റെ ത്രോംബോലൈസിസ്, അതായത് ആദ്യത്തെ 4 മണിക്കൂറിനുള്ളിൽ വന്നിട്ട് ഇഞ്ചക്ഷൻ കൊടുത്ത് സക്സസ്ഫുൾ ആയി. അതുപോലെ തന്നെ 1200-ലധികം സ്ട്രോക്ക് കേസസ് ഇവിടെ അഡ്മിറ്റ് ചെയ്തു സുഖകരമായിട്ട് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് വന്നു കഴിഞ്ഞാല് തലന്റെ സ്കാനിങ് ആയിട്ടുള്ള CT സ്കാന്, അതുപോലെ തന്നെ MRI സ്കാനും ഇവിടെ വന്നപാട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഇപ്പൊ സ്കാനിങ്ങില് വലിയ നാഡികൾ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിലും അതിനുള്ള ത്രോംബെക്ടമി ഫെസിലിറ്റീസും ഇവിടെ എത്രയും പെട്ടെന്ന് അവൈലബിൾ ആണ്. ന്യൂറോളജിസ്റ്റ് ഉണ്ട്, ന്യൂറോ സർജൻ ഉണ്ട്, ഫിസിഷ്യൻ ഉണ്ട്. അതിന്റെ എല്ലാവിധ സ്ട്രോക്ക് ടീമും ഇവിടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. സ്ട്രോക്കിന്റെ എല്ലാവിധ ഫെസിലിറ്റീസും ട്രീറ്റ്മെന്റ്സും ആധുനികപരമായിട്ടുള്ള എല്ലാ ശാസ്ത്രീയപരമായിട്ടുള്ള സൗകര്യങ്ങളും കാരവൽ ഹോസ്പിറ്റൽ കാസർഗോഡിൽ ലഭ്യമാണ്. Cardiologist, Carewell Hospital, Kasargod. In Carewell Hospital, we have full-fledged cardiology department. We are offering angiography, angioplasty, even emergency angioplasties, Holter, echo, TMT. നമസ്കാരം, ഞാൻ ഡോക്ടർ കെ വി പാട്ടീൽ, കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ്, കെയർവെൽ ഹോസ്പിറ്റൽ കാസർഗോഡ്. കെയർവെൽ ഹോസ്പിറ്റൽ നമ്മൾ കുറെ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് ഓഫർ ചെയ്യുന്നുണ്ട്. പറഞ്ഞാൽ ഐബസ്, റോട്ടാബ്ലേഷൻ, OCT, FFR. പിന്നെ നമ്മൾ ഇപ്പൊ കുറെ എൻക്വയറീസ് കിട്ടുന്ന ഒരു ട്രീറ്റ്മെന്റ് മോഡാലിറ്റി ആണ് സ്റ്റെന്റ്ലെസ് ആൻജിയോപ്ലാസ്റ്റി. സ്റ്റെന്റ്ലെസ് ആൻജിയോപ്ലാസ്റ്റി പറഞ്ഞാൽ ഒരു മരുന്ന് വിടുന്ന ബലൂൺ, ഡ്രഗ് എലിറ്റിംഗ് ബലൂൺ വെച്ചിട്ട് ചെയ്യുന്ന ആൻജിയോപ്ലാസ്റ്റി ആണ്. ഇത് നമ്മൾ കുറെ സ്പെഷ്യൽ കേസസ് പറഞ്ഞാൽ ഒരു ബ്ലഡ് ക്യാൻസർ ഉള്ള പേഷ്യൻസ്, പിന്നെ ബൈഫർക്കേഷൻ ലീഷൻ ഉള്ള പേഷ്യൻസ്, പിന്നെ നല്ല ചെറിയ രക്തക്കോലിലെ ബ്ലോക്കേജസ് ആണെങ്കിൽ, പിന്നെ നല്ല ഡിഫ്യൂസ് ആയിട്ട് ബ്ലോക്കേജസ് ആണെങ്കിൽ നമുക്ക് സ്റ്റെന്റ്ലെസ് ആൻജിയോപ്ലാസ്റ്റില് അത് ബ്ലോക്ക് ഓപ്പൺ ആക്കി കിട്ടിയാൽ ഒരു മരുന്ന് വിടുന്ന ബലൂൺ വെച്ചിട്ട് ചെയ്യുന്ന ആൻജിയോപ്ലാസ്റ്റിയാണ്. അത് നമ്മൾ ഇവിടെ റെഗുലർ ആയിട്ട് ഓഫർ ചെയ്യാറുണ്ട്. നമ്മൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു കേസ് ചെയ്തായിരുന്നു. പേഷ്യന്റ്ക്ക് ബ്ലഡ് ക്യാൻസർ വന്നിട്ട് സ്റ്റെന്റ് വെക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ ബലൂൺ വെച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയതാണ് നമുക്ക്. കെയർവെൽ ഹോസ്പിറ്റലില് നമ്മൾ പുതിയ കാത്ത് ലാബ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അടുത്ത മാസം നമ്മൾ ഇവിടെ ഫിലിപ്സ് അസൂരിയോൺ 720 മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഈ മെഷീൻ ഈ ഏരിയയിലുള്ള ഏറ്റവും ബെസ്റ്റ് മെഷീൻ ആണ്. താങ്ക് യു.
നമസ്കാരം, ഞാൻ ഡോക്ടർ കെ വി പാട്ടീൽ, കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് കെയർവെൽ ഹോസ്പിറ്റൽ കാസർഗോഡ്. കെയർവെൽ ഹോസ്പിറ്റലിൽ നമ്മൾ ഒരു CRTD തെറപ്പി സ്റ്റാർട്ട് ചെയ്തതാണ്. CRTD പറഞ്ഞാൽ കാർഡിയക് റീസിൻക്രോണൈസേഷൻ തെറപ്പി വിത്ത് ഡീഫിബ്രിലേഷൻ. CRTD ഒരു ഹാർട്ടിന് പമ്പിംഗ് കുറവുള്ള പേഷ്യൻസ്ക്ക് ഹാർട്ടിന് പമ്പിംഗ് കൂടി കിട്ടാൻ വേണ്ടി സഹായം കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ തെറപ്പിയാണ്. CRTD തെറപ്പി ചില സെലക്ടഡ് ഹാർട്ട് ഫെയിലിയർ പേഷ്യൻസ്ക്ക് ഹാർട്ടിന് പമ്പിംഗ് കൂടി കിട്ടാൻ നല്ല സഹായം കൊടുക്കാറുണ്ട്. CRTD തെറപ്പി പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഡിവൈസ് ആണ്. ആ ഡിവൈസ് ഒരു സ്പെസിഫിക് ടൈമിൽ സ്റ്റിമുലേഷൻ കൊടുത്തിട്ട് ഹാർട്ടിന് പമ്പിംഗ് കുറച്ച് കൂടി കിട്ടാൻ സഹായിക്കും. ഹാർട്ടിന് പമ്പിംഗ് കുറവുള്ള പേഷ്യൻസ്ക്ക് ഹാർട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ആവാൻ റിസ്ക് ഉണ്ട്, കാർഡിയക് അറസ്റ്റിൽ പോകാൻ റിസ്ക് ഉണ്ട്. ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി CRT ഡിവൈസ് ഹാർട്ടിന് വെടിപ്പിന് വ്യത്യാസം വന്നാൽ അത് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്തിട്ട് ഹാർട്ടിന് വെടിപ്പ് ശരിയാക്കാൻ കൂടി സഹായിക്കാറുണ്ട്. I am Ahmed Fayaz speaking. Last 27 years of service with the Kerala Hospital. കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെയും അതേപോലെ തന്നെ അത്യാധുനിക ഇൻസ്ട്രുമെന്റ്സോട് കൂടിയിട്ടുള്ള ന്യൂറോ, ഓർത്തോ, പീഡിയാട്രിക്സ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ലാസ്റ്റ് 27 ഇയേഴ്സ് ആയിട്ട് കാസർഗോഡുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നമ്മൾ ഏറ്റവും ബഡ്ജറ്റീവ് ആയിട്ടുള്ള പ്രൈസിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. Kerala Hospital Department of Physiotherapy, our team provides most on neuro and orthopedic rehabilitation. Orthopedics ഏറ്റവും അത്യാധുനിക ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള, അതായത് MET, മാനിപ്പുലേഷൻ ആൻഡ് മൊബിലൈസേഷൻ ആൻഡ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്, PNF, അതുപോലത്തുള്ള ട്രീറ്റ്മെന്റ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസിന് ഏറ്റവും ഫലപ്രദമായ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഏറ്റവും ഷോർട്ട് പീരീഡിനുള്ളിൽ നിന്ന് പേഷ്യൻസ് പുറത്തു പോകാനുള്ള ട്രീറ്റ്മെന്റ് ആണ് അവർ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റിൽ. അതേപോലെ തന്നെ FES, ഫങ്ഷണൽ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ, ഇമ്പോർട്ടേറ്റ് ചെയ്തിട്ടുള്ള മെഷീൻസുകൾ ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. Hello, my name is Dr. Lokesh Sharma. I am from Bangalore. So, yes, I am an experienced orthopedic surgeon. Primarily, my focus of expertise is complex orthopedic trauma, which means I deal with a lot of road traffic accidents and fractures and any other form of injuries. Here at Kerwell, we are providing a wide range of services with respect to our department, which is orthopedics. So, primarily, we deal with a lot of trauma cases, trauma as in fractures or any form of tendon injuries or any neurovascular injuries. Other than that, we are also doing joint replacements. Hip and knee joint replacements are being done regularly. And a special mention, yes, we are also dealing with sports injuries, especially football injuries. I kind of specialize in that. I've been having a lot of patients coming in with football injuries. So we do all form of ligament reconstructions through arthroscopic assisted devices. So yes, we do a lot of keyhole surgeries as it's commonly or popularly known. So arthroscopic surgeries of shoulder and knee are also being done here. Other than that, there is comprehensive physiotherapy team which basically helps us in rehabilitation and everything. And the key factors is probably this is the most economical hospital that I have worked in. And getting world standard care at such a price is something that we are striving to deliver. And each care is something, each patient is something that is they're very precious to us, which means we strive to deliver. ഞാൻ ഉബൈ, കാരവൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. ഈ മെഷീൻ IFT, ടെൻസ്, റഷ്യൻ കറന്റ്, മസിൽ സ്റ്റിമുലേഷൻ എന്നിവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇത് മെയിൻലി യൂസ്ഡ് ഫോർ പെയിൻ റിലീഫ് ആണ്. ഇത് അൾട്രാസൗണ്ട്. ഇത് മെയിൻലി യൂസ്ഡ് ഫോർ ഇൻഫ്ലമേഷൻ കുറക്കാനും ഡീപ് ഹീറ്റിംഗ് മൊഡാലിറ്റി ആണ്. ഇത് മസിലിന്റെ ഉള്ളിലേക്ക് എത്തി അവിടെ ഹീറ്റ് ചെയ്ത് ചോരയോട്ടം, രക്തയോട്ടം, സർക്കുലേഷൻ കൂട്ടുന്നു. ഇത് മെയിൻലി യൂസ് ഫോർ ഹീലിംഗ് ആൻഡ് റിക്കവറി ത്രൂ സർക്കുലേഷൻ. അതായത് ബ്ലഡിന്റെ സർക്കുലേഷൻ കാരണം ഹീലിംഗ് പെട്ടെന്ന് നടക്കും. ഇതിന് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ 1 MHz 3 MHz ഫ്രീക്വൻസിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 1 MHz ഡീപ് ഹീറ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യും. 3 MHz സൂപ്പർഫിഷ്യലുമായിട്ട് വർക്ക് ചെയ്യും. ഇത് സ്വിച്ച് ഓൺ ചെയ്തതിനു ശേഷം ഇന്ന ഫ്രീക്വൻസിയിലാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് സെറ്റ് ചെയ്തിട്ട് ഇന്റൻസിറ്റി കൂട്ടിയിട്ട് ഹെഡ് അൾട്രാസൗണ്ട് ജെല്ല് വെച്ചിട്ട് എവിടെയാണ് അഫക്റ്റഡ് സൈഡ് അവിടെ വെച്ച് സർക്കുലർ മാനറിലോ അല്ലെങ്കിൽ സിഗ്സാഗ് മാനറിലോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ മാനറോ പേര് ഹുസൈൻ അനസ്. ഞാൻ കെയർവെൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. ഇത് നമ്മള് സ്പൈനൽ ഡീകംപ്രഷൻ യൂണിറ്റ് ആണ്. നോർമൽ ഡീകംപ്രഷൻ ടേബിളിനെക്കാളും കുറച്ചും കൂടി മോഡേണൈസ്ഡ് ഉള്ളതാണ് ഇത് വരുന്നുള്ളത്. ഇതിൽ 3 സെക്ഷൻസ് ഡീകംപ്രഷൻ ആണ് വരുന്നുള്ളത്. പിന്നെ നമ്മള് മെയിൻലി ഡിസ്ക് ബൾജ്, ലംബാർ ഡിസ്ക് ബൾജ് ഉള്ള ആൾക്കാർക്കും റെഡിക്കുലോപ്പതി ഉള്ള ആൾക്കാർക്കും ട്രാക്ഷന് കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഡിവൈസ് ആണ്. ഇത് ഷോക്ക് വേവ് തെറപ്പി യൂണിറ്റ് ആണ്.
കാസർഗോഡില് നമ്മുടെ ഹോസ്പിറ്റലിൽ മാത്രമേ ഈ ഡിവൈസ് ഉള്ളൂ. ഇത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാല് മെയിൻലി പേഷ്യൻസില് MSK മീൻസ് മസ്കുലോസ്കെലറ്റൽ ഇഷ്യൂസ് ഉള്ള പേഷ്യൻസിൽ ട്രിഗർ പോയിന്റ്സ് റിലീസ് ചെയ്യാനും മസിൽ സ്പാസ്റ്റിസിറ്റി കുറക്കാനും വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഡിവൈസ് ആണ്. കുറച്ചും കൂടി മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഡിവൈസ് ആണ്. ബൾക്കിയർ ആയിട്ടുള്ള മസിൽ ഗ്രൂപ്പ്സിന് വേണ്ടി ഗ്ലൂട്ട്സ് ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ വലിയ ഗണ്ണായിരിക്കും യൂസ് ചെയ്യുക ഷോക്ക് വേവ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ചെറിയ ചെറിയ മസിൽ ഗ്രൂപ്പ്സ് മെയിൻലി നമ്മളെ ബൈസെപ്സ് ഒക്കെ ആണെങ്കിൽ ചെറിയ ഗണ്ണായിരിക്കും യൂസ് ചെയ്യുക. കേരവൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിയോതെറപ്പിസ്റ്റ് ആണ്. ഇത് FPS യൂണിറ്റ് ആണ്. FPS എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ. മെയിൻലി ന്യൂറോളജിക്കൽ ഇമ്പയർമെന്റ്സ് ഉള്ള പേഷ്യൻസിന്, അതായത് സ്ട്രോക്ക്, നെർവ് പാൽസി അങ്ങനെയൊക്കെ. നോർമൽ സ്റ്റിമുലേഷനെ പോലെയല്ല, ഇത് ഫൈൻ മൂവ്മെന്റ്സ് ആണ് എംഫസൈസ് ചെയ്യുന്നത്. അതായത് കൈ മടുക്കല്, പിന്നെ കൈമുട്ട് മടുക്കല്, ഷോൾഡർ, കാല് അങ്ങനെയൊക്കെ. ഇത് വയർലെസ് ഇലക്ട്രിക്കൽ സ്റ്റിമുലേറ്റർ ആണ്. ഇത് മെയിൻലി നമ്മൾ പെയിൻ റിലീഫ്, മസിൽ റിക്കവറിക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ മഷൂറ, കൺസൾട്ടന്റ് ഫിസിയോതെറാപ്പിസ്റ്റ്, കേർവൽ ഹോസ്പിറ്റൽ. ഞാനൊരു എക്സ്പ്ലെയിൻ ആക്കുന്ന മെഷീൻ മോട്ടോമെഡ് ആണ്. ഇത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് സ്ട്രോക്ക് പേഷ്യൻസ്, അങ്ങനെ ന്യൂറോളജിക്കൽ കണ്ടീഷൻസിൽ യൂസ് ചെയ്യാം. മൂവ്മെന്റ്സ് ലിമിറ്റഡ് ആയ പേഷ്യൻസിന്റെ യൂസ് ചെയ്യാം. ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇത് സെർവോ സൈക്ലിംഗിലേക്ക് മാറ്റാൻ പറ്റും. അതിൽ നമുക്ക് ഗിയർ അപ്പ് ചെയ്ത് നമുക്ക് പേഷ്യൻസിനെ കുറച്ചും കൂടി റിഹാബ് കൊടുക്കാൻ പറ്റും. അതേപോലെ ഇതിന്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്പാസം ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് മെഷീനിൽ തന്നെ. സ്പാസം ഇൻഡ്യൂസ് ചെയ്ത് അത് തന്നെ അതിനെ റിലീസ് ചെയ്യും. അതാണ് മെയിൻ ബെനിഫിറ്റ് മെഷീൻ എന്ന് പറഞ്ഞത്. നമസ്കാരം, ഞാൻ ഡോക്ടർ വിഷ്ണു. ഞാൻ ജനറൽ സർജനാണ്. ഞാനിവിടെ കേരള ഹോസ്പിറ്റലിൽ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലുണ്ടാവും. വൈകുന്നേരം 5 തൊട്ട് 7 വരെ എൻ്റെ OP സമയമായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ജനറൽ സർജറി സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ തീർച്ചയായും സമീപിക്കുക. ഇവിടെ നമുക്ക് ഓപ്പറേഷൻ ഫെസിലിറ്റീസും അതേപോലെ തുടർ പരിചരണത്തിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ യൂഷ്വലി നമ്മളിവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ സർജറി സംബന്ധമായിട്ട് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും മുഴ, ക്യാൻസർ, അല്ലെങ്കിൽ തൈറോയിഡിൽ എന്തെങ്കിലും മുഴ, ക്യാൻസർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഹെർണിയ, അപ്പൻഡിക്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ലാപ്രോസ്കോപ്പിക്, അതായത് കീ ഹോൾ സർജറിയിലൂടെ സർജറി ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും മോഡേൺ ആയിട്ടുള്ള ചികിത്സാ രീതിയിലൂടെ തന്നെ നിങ്ങളുടെ ബാക്ക് ടു നോർമൽ ലൈഫ് എത്രയും പെട്ടെന്ന് കൈവരിക്കാനുള്ള സർജറീസും കാര്യങ്ങളും ചെയ്ത് നിങ്ങളുടെ അസുഖങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റാനുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. താങ്ക് യു. ഞാൻ നാഫിയ, കേരവൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിയോതെറപ്പിസ്റ്റ് ആണ്. ഇത് FPS യൂണിറ്റ് ആണ്. FPS എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ. മെയിൻലി ന്യൂറോളജിക്കൽ ഇമ്പയർമെന്റ്സ് ഉള്ള പേഷ്യൻസിന്, അതായത് സ്ട്രോക്ക്, നെർവ് പാൽസി അങ്ങനെയൊക്കെ. നോർമൽ സ്റ്റിമുലേഷനെ പോലെയല്ല, ഇത് ഫൈൻ മൂവ്മെന്റ്സ് ആണ് എംഫസൈസ് ചെയ്യുന്നത്. അതായത് കൈ മടുക്കല്, പിന്നെ കൈമുട്ട് മടുക്കല്, ഷോൾഡർ, കാല് അങ്ങനെയൊക്കെ. ഇത് വയർലെസ് ഇലക്ട്രിക്കൽ സ്റ്റിമുലേറ്റർ ആണ്. ഇത് മെയിൻലി നമ്മൾ പെയിൻ റിലീഫ്, മസിൽ റിക്കവറിക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ മഷൂറ, കൺസൾട്ടന്റ് ഫിസിയോതെറാപ്പിസ്റ്റ്, കേർവൽ ഹോസ്പിറ്റൽ. ഞാനൊരു എക്സ്പ്ലെയിൻ ആക്കുന്ന മെഷീൻ മോട്ടോമെഡ് ആണ്. ഇത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് സ്ട്രോക്ക് പേഷ്യൻസ്, അങ്ങനെ ന്യൂറോളജിക്കൽ കണ്ടീഷൻസിൽ യൂസ് ചെയ്യാം. മൂവ്മെന്റ്സ് ലിമിറ്റഡ് ആയ പേഷ്യൻസിന്റെ യൂസ് ചെയ്യാം. ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇത് സെർവോ സൈക്ലിംഗിലേക്ക് മാറ്റാൻ പറ്റും. അതിൽ നമുക്ക് ഗിയർ അപ്പ് ചെയ്ത് നമുക്ക് പേഷ്യൻസിനെ കുറച്ചും കൂടി റിഹാബ് കൊടുക്കാൻ പറ്റും. അതേപോലെ ഇതിന്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്പാസം ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് മെഷീനിൽ തന്നെ. സ്പാസം ഇൻഡ്യൂസ് ചെയ്ത് അത് തന്നെ അതിനെ റിലീസ് ചെയ്യും. അതാണ് മെയിൻ ബെനിഫിറ്റ് മെഷീൻ എന്ന് പറഞ്ഞത്. നമസ്കാരം, ഞാൻ ഡോക്ടർ വിഷ്ണു. ഞാൻ ജനറൽ സർജനാണ്. ഞാനിവിടെ കേരള ഹോസ്പിറ്റലിൽ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലുണ്ടാവും. വൈകുന്നേരം 5 തൊട്ട് 7 വരെ എൻ്റെ OP സമയമായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ജനറൽ സർജറി സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ തീർച്ചയായും സമീപിക്കുക. ഇവിടെ നമുക്ക് ഓപ്പറേഷൻ ഫെസിലിറ്റീസും അതേപോലെ തുടർ പരിചരണത്തിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ യൂഷ്വലി നമ്മളിവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ സർജറി സംബന്ധമായിട്ട് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും മുഴ, ക്യാൻസർ, അല്ലെങ്കിൽ തൈറോയിഡിൽ എന്തെങ്കിലും മുഴ, ക്യാൻസർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഹെർണിയ, അപ്പൻഡിക്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ലാപ്രോസ്കോപ്പിക്, അതായത് കീ ഹോൾ സർജറിയിലൂടെ സർജറി ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും മോഡേൺ ആയിട്ടുള്ള ചികിത്സാ രീതിയിലൂടെ തന്നെ നിങ്ങളുടെ ബാക്ക് ടു നോർമൽ ലൈഫ് എത്രയും പെട്ടെന്ന് കൈവരിക്കാനുള്ള സർജറീസും കാര്യങ്ങളും ചെയ്ത് നിങ്ങളുടെ അസുഖങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റാനുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. താങ്ക് യു. പണത്തിന് വേണ്ടി ചെയ്യുന്നതല്ല, അതായത് എല്ലാവിധ തരത്തിലുള്ള രോഗികൾക്കും വേണ്ടി ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കാം. എൻ്റെ പേര് അബ്രഹാം, 79 വയസ്സ്, ചുള്ളിക്കര താമസം, ചുള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്ത്. കഴിഞ്ഞ ശനിയാഴ്ച ഏതാണ്ട് വെളുപ്പിനെ എനിക്ക് ഒരു അസ്വസ്ഥത തുടങ്ങി. പിന്നെ ഭാര്യ വിളിച്ചടിപ്പിച്ച് മകനെ വിളിച്ചു. അടുത്തുള്ള പൂടങ്കൽ ആസ്പത്രിയിൽ പോയി. ആസ്പത്രിയിൽ പോയി കഴിയുമ്പോൾ അവിടുത്തെ മെഡിക്കൽ
ഓഫീസർ പറഞ്ഞു ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ട്, ഒരു ന്യൂറോന്റെ പ്രോബ്ലം എന്നാ തോന്നുന്നു. അതുകൊണ്ട് ഇവിടെ അടുത്ത് ഈ ന്യൂറോ ആസ്പത്രി ഉള്ളത് ഇവിടെ കെയർവെല്ല് നുള്ളിപ്പാടി, അവിടെ വന്ന് ഡോക്ടർ ഷബീറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും കണ്ടു. എല്ലാ പരിശോധനയും കഴിഞ്ഞു. ഇപ്പം ഇത് 3-ാം ദിവസം, ശനി ഞായർ തിങ്കൾ. പിന്നെ നല്ല ഒരു ഇതായിരുന്നു, നല്ല പരിചരണം തന്നെയാണ്. നമുക്കത് എടുത്ത് പറയേണ്ടി വരും. എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ നല്ല പരിചരണം, നമ്മുടെ സ്വന്തം മാതാവ് പോലെ അല്ലെങ്കിൽ പിന്നെ സഹോദരിമാരെ പോലെയുള്ള പെരുമാറ്റം വന്നു. അതുകൊണ്ട് എനിക്കതിനെ ഒരു അത്ഭുതപ്പെടുത്തി. ഇതിപ്പോൾ ഇവിടെ ഈ കാസർഗോഡ് ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ആസ്പത്രി ഉണ്ടെന്നുള്ളത് സത്യത്തിൽ എനിക്കറിയത്തില്ല, അതിന്റെ ഗൗരവം അറിഞ്ഞില്ല. പിന്നെ ഇന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അതിന്റെ മാനേജ്മെന്റിനെ പറ്റി ഒരു ചെറിയൊരു ബോധ്യമൊക്കെ എനിക്കിത് വന്നു സ്വന്തം. പിന്നെ അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഏതായാലും നല്ല ഒരു അതിരാലയം പണത്തിന് വേണ്ടി ചെയ്യുന്നതല്ല, അതായത് എല്ലാവിധം തരത്തിലുള്ള രോഗികൾക്കും വേണ്ടി ചെയ്യുന്നതാണെന്നുള്ളത് മനസ്സിലായി. അത് നമ്മളെന്റെ ഈ പ്രായം വെച്ച് മനസ്സിലാവും, അത് ആ രീതി കാണുമ്പോൾ. ഇപ്പം പണമാക്കുന്ന ആശുപത്രികളുണ്ട്, സമ്പാദിക്കേണ്ടതുണ്ട്, മാത്രമേ അതിന് സേവനം ചെയ്യുന്നത് ഒരു പ്രത്യേകത തന്നെയാണ്. എന്നാലും ദൈവം ഈ ആശുപത്രിക്ക് എല്ലാ അനുഗ്രഹം കൊടുക്കട്ടെ, സ്റ്റാഫിനും ഡോക്ടർമാർക്കും സഹകരിക്കുന്നവർക്ക് രോഗികൾക്കെല്ലാം കൊടുക്കണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് അത് കേൾക്കുമ്പോ തന്നെ എന്റെ 50% അസുഖം പോയി. എന്റെ പേര് രാംപ്രസാദ് KT എന്നാണ്. എന്റെ പേര് D സുബ്ബണ്ണാണോ. നിലവിലെ പുത്തിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. മിനിഞ്ഞാന്ന് ഞായറാഴ്ച എൻ്റെ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെറിയൊരു നെഞ്ചുവരച്ചിലുണ്ടായി. എൻ്റെ സുഹൃത്തുക്കൾ കുമ്പള ജില്ലാ സഹകരണ ആസ്പത്രിക്ക് കൊണ്ടുപോവുകയും അവിടുത്തെ ആർഎംഒ വിദ്യ മാഡം എന്നെ പ്രാഥമികമായി പരിശോധിച്ച് കുറച്ച് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞ് ഉടനെ കാസർഗോഡ് കേരള ആസ്പത്രിക്ക് റെഫർ ചെയ്യുകയും ഇവിടെ വന്നപ്പോൾ കാർഡിയോളജിസ്റ്റ് KV പാട്ടീൽ എല്ലാവിധ സംവിധാനങ്ങൾ ഒരുക്കി ഓപ്പറേഷൻ തിയേറ്റർ റെഡിയാക്കുകയും പെട്ടെന്ന് വന്ന് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് ഉടനെ എൻ്റെ ബ്ലോക്ക് നീക്കുകയുണ്ടായി. വളരെ ആത്മാർത്ഥമായി ഡോക്ടറുടെ സേവനം കൊണ്ട് എനിക്ക് ഒരു ജീവിതം തിരിച്ചു കിട്ടിയെന്ന് സന്തോഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരള ഹോസ്പിറ്റലിലെ എല്ലാ മറ്റ് ഡോക്ടർമാർ, നഴ്സസ്മാർ, OT സ്റ്റാഫ് എല്ലാവിധ നല്ലവിധ സഹകരണമാണ് ഉണ്ടായത്. അതുകൊണ്ട് വളരെ മെച്ചപ്പെട്ട ട്രീറ്റ്മെൻറ്റാണ് എനിക്ക് കിട്ടിയത്. ഒരു മണിക്കൂറിലെല്ലാം ഒരുവിധം നോർമലായി. എൻ്റെ പേര് മുഹമ്മദ്, സ്ഥലം അങ്കടി മുതൽ. എനിക്ക് പെട്ടെന്ന് ഷോക്ക് വന്നതാണ്. റൈറ്റ് സൈഡിൽ എത്തിയിട്ട് അവിടുന്ന് ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ച് സെമീൻ ഡോക്ടറെ കണ്ട് സെമീൻ ഡോക്ടർ പിന്നെ അതിനുള്ള ചികിത്സയെല്ലാം പെട്ടെന്ന് കൊടുത്തു. ഏകദേശം കുറച്ച് ആശ്വാസമായി. ഒരു മണിക്കൂറിലെല്ലാം ഒരുവിധം നോർമലായി. കണ്ണിന്റെ കാഴ്ചയെല്ലാം കുറച്ച് കുറവുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കൊന്നും കാണാനൊന്നും പറ്റിയില്ല. ആ സമയം ഇപ്പം കുറച്ച് കാണുന്നുണ്ട്. ശക്തിക്കുറവ്. ഇപ്പോ സുഖമുണ്ട്. ഇന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് പോവാന്ന് പറഞ്ഞു. 3 ദിവസം ICUണ്ടായി. അപ്പൊ 4 ദിവസം റൂമിലായി. ടോട്ടൽ 7 ദിവസമായി. അപ്പൊ ഇന്ന് പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. Amazes Day 2020.
ചിരിക്കണ ചുണ്ടേ 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 അവറാവട്ടെ മുടിമേലെ മണ്ണ പറക്കണം മലയാളക്കരയിലക്കണം വിളമ്പാനായില നിരക്കുന്ന ഒരു ജീവ മിനിഞ്ഞിവാ ഏത് മൂട് 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 ಮಲವಿಸರ್ಜನೆ ಸಮಯದಲ್ಲಿ ನೋವು ಅಥವಾ ರಕ್ತ ಬರುತ್ತಿದೆಯಾ? ಇದು ಏನಲ್ ಫಿಶರ್ ಆಗಿರಬಹುದು. ಹಾಯ್, ಐ ಆಮ್ ಡಾಕ್ಟರ್ ಲಕ್ಷ್ಮೀನಾರಾಯಣ್ ಭಟ್, ಗ್ಯಾಸ್ಟ್ರೋಸರ್ಜನ್, ಆ್ಯಂಡ್ ವೆಲ್ಕಮ್ ಟು ಗಟ್ ಡಾಕ್ಟರ್. ಏನಲ್ ಫಿಶರ್ ಎಂದರೆ ಮಲದ್ವಾರದ ಒಳಚರ್ಮದಲ್ಲಿ ಉಂಟಾಗುವ ಸಣ್ಣ ಕ್ರ್ಯಾಕ್ ಅಥವಾ ಗಾಯ. ಇದು ಸಾಮಾನ್ಯವಾಗಿ ಮಲಬದ್ಧತೆ, ಕಠಿಣ ಮಲ ಅಥವಾ ಮಲವಿಸರ್ಜನೆ ವೇಳೆ ಹೆಚ್ಚು ಪ್ರೆಷರ್ ಹಾಕುವುದರಿಂದ ಉಂಟಾಗುತ್ತದೆ. ರೋಗ ಲಕ್ಷಣಗಳು: ಮಲವಿಸರ್ಜನೆ ವೇಳೆ ಗುದದ್ವಾರದ ಒಂದು ಭಾಗದಲ್ಲಿ ತೀವ್ರ ನೋವು, ಸಾಮಾನ್ಯವಾಗಿ ಕೊಯ್ಯುವ ಹಾಗೆ ನೋವು ಇರುತ್ತದೆ. ಮಲದೊಂದಿಗೆ ರಕ್ತ ಬರುವುದು, ಸಾಮಾನ್ಯವಾಗಿ ಮಲದ ಮೇಲೆ ರಕ್ತದ ಲೈನ್ ಕಾಣುತ್ತದೆ. ಉರಿತ ಮತ್ತು ಕೆಲವೊಮ್ಮೆ ತುರಿಕೆ ಇದು ಸಾಮಾನ್ಯವಾಗಿ ಕಾಣಿಸುವುದು. ಈ ರೋಗದ ಲಕ್ಷಣಗಳು ಸಾಮಾನ್ಯವಾಗಿ ಕಠಿಣ ಮಲವಿಸರ್ಜನೆಯ ನಂತರ ಶುರುವಾಗುತ್ತದೆ. ಸರಳ ಮನೆಮದ್ದುಗಳು: ದಿನಕ್ಕೆ 2.5 - 3 ಲೀಟರ್ ನೀರು ಕುಡಿಯಿರಿ. ಹಣ್ಣುಗಳು ಮತ್ತು ತರಕಾರಿಗಳಂತಹ ನಾರುಯುಕ್ತ ಆಹಾರ ಸೇವಿಸಿ. ಮಲ ಕಠಿಣವಾಗದಂತೆ ನೋಡಿಕೊಳ್ಳಿ. ಇಸಬ್ಗುಲ್ ಹಸ್ಕ್ 2 - 3 ಸ್ಪೂನ್ ಬೆಡ್ ಟೈಮ್ ಸೇವಿಸುವುದರಿಂದ ಕಾನ್ಸ್ಟಿಪೇಷನ್ ಕಡಿಮೆ ಆಗುತ್ತದೆ. ದಿನಕ್ಕೆ 2 - 3 ಬಾರಿ 10 ನಿಮಿಷ ಸಿಟ್ಸ್ ಬಾತ್ ಅನ್ನು ತೆಗೆದುಕೊಳ್ಳಿ. ಮಲವಿಸರ್ಜನೆ ವೇಳೆ ಹೆಚ್ಚು ಪ್ರೆಷರ್ ಹಾಕಬೇಡಿ. ಓವರ್ ದ ಕೌಂಟರ್ ಮೆಡಿಸಿನ್ ಲಿಗ್ನೋಕೇನ್ ಜೆಲ್ ಅನ್ನು ಮಲದ್ವಾರದ ಒಳಗೆ ಮತ್ತು ಹೊರಗೆ ಹಚ್ಚಿಕೊಳ್ಳಿ. ಕೆಲವು ದಿನಗಳಲ್ಲಿ ನೋವು ಅಥವಾ ರಕ್ತಸ್ರಾವ ಕಡಿಮೆಯಾಗದಿದ್ದರೆ ತಕ್ಷಣ ವೈದ್ಯರನ್ನು ಸಂಪರ್ಕಿಸಿ. ಹಾಗೆ ಕಾನ್ಸ್ಟಿಪೇಷನ್ ಮತ್ತು ಪೈಲ್ಸ್ ಕುರಿತು ನನ್ನ ವಿಡಿಯೋವನ್ನು ಕೆಳಗಿನ ಲಿಂಕ್ ಮುಖಾಂತರ ನೋಡಬಹುದು.